ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. അങ്ങനെ വല്യപ്പച്ചൻ പോയ പുറകെ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മയുടെ ചേച്ചി റീത്താമ്മയും സ്റ്റാൻലിയുടെ ഇളയ മകൾ ടെസയും വരുന്നുണ്ട്. അവർ വന്നതും സ്റ്റാൻലിയോട് തട്ടിക്കയറി. എന്തൊക്കെ നാണക്കേടാ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എൽസമ്മ ഇതറിഞ്ഞാൽ സഹിക്കുമോ? ഇങ്ങനെ തറവാടിന് മാനക്കേടുണ്ടാക്കിയാൽ മക്കൾക്ക് എങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ പോകാനാകും? എങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നത്, ഇതൊക്കെ എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളതാണ്. ആ കുട്ടി അനാഥാലയത്തിലായിരുന്നു കഴിഞ്ഞ 23 വർഷവും. ഇപ്പോഴാണ് ഞാൻ അത് അറിയുന്നത്. അപ്പോൾ ഞാൻ സംരക്ഷിക്കണ്ടേ? എൽസമ്മയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ അവൾ ഡിവോഴ്സ് ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. ഇനി വെട്ടാനും തിരുത്താനും പറ്റില്ല. സ്റ്റാൻലി ജോസഫ് എന്ന അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പേരും മായ്ച്ചു കളയാനും പറ്റില്ല എന്ന്. ഇതേ സമയം ടെസ അലീനയുടെ റൂമിൽ പോയി വാതിലിൽ മുട്ടുന്നുണ്ട്. അലീന കുളി കഴിഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ ടെസയെ കണ്ട് നോക്കി നിൽക്കുന്നു. ടെസ വേഗം ചിരിച്ച് ചേച്ചിയുടെ പേരെന്താ എന്ന് ചോദിക്കുന്നു. എൻ്റെ പേര് അലീന, ഞാനും ഇവിടുത്തെ പപ്പയുടെ മോളാ എന്ന് പറഞ്ഞ് ടെസയുടെ കയ്യിൽ പിടിക്കുമ്പോൾ റീത്താമ്മ ആ കൈ തട്ടി മാറ്റിയിട്ട് 90 ദിവസം നീ ഇവിടെ തികക്കില്ല. റീത്താമ്മ പറഞ്ഞത് ഇന്നേ വരെ പാഴായി പോയിട്ടുമില്ല. ഇങ്ങനെ ഒരു അപ്പൻ്റെ മോളായി ജനിച്ചതാണ് നിന്റെ ശാപം എന്ന് പറയുമ്പോൾ സ്റ്റാൻലി റീത്താമ്മേ എന്നുറക്കെ വിളിക്കുന്നു. റീത്താമ്മ തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റാൻലി കൈകൊണ്ട് ഇവിടെ നിന്നും പോകാൻ ആംഗ്യം കാണിക്കുന്നു. റീത്താമ്മയും ടെസയും പോകുമ്പോൾ അലീന ആൻ്റപ്പനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ആൻ്റപ്പൻ ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.